ഉറച്ച ആത്മവിശ്വാസത്തിലാണ് LDF അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നതും നമ്മൾ കണ്ടതാണ്. മുതിർന്ന നേതാക്കളൊക്കെയും CPM ജനറൽ സെക്രട്ടറി മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ എല്ലാ നേതാക്കളും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് M സ്വരാജിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു. അവർ ഓരോ ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന തെളിമയുള്ള രാഷ്ട്രീയം സംസാരിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലം ഈ സർക്കാർ ഈ സംസ്ഥാനത്തിനും അവിടുത്തെ ജനങ്ങൾക്കും നൽകിയ വികസനത്തെക്കുറിച്ചും ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഏത് നിലയിൽ സർക്കാർ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ചും അക്കമിട്ട് വിശദീകരിച്ചു. അതിന്റെ തുടർച്ച നിലമ്പൂരിൽ ഉണ്ടാകാനായി M സ്വരാജ് എന്ന വ്യക്തിയെ നിയമസഭയിലേക്ക് അയക്കണം, ഞങ്ങളിതാ അവിടെ കാത്തിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ആ മണ്ഡലത്തിൽ നിന്നും പോയത്. അത് ആ മണ്ഡലം ശിരസാവഹിച്ചു എന്നതാണ് ഈ കാഴ്ചകളിൽ നിന്നും നമ്മൾ കാണുകയും ചെയ്യുന്നത്. അത്രമേൽ വലിയ ആവേശത്തിന്റെ പരകോടിയിൽ നിലമ്പൂർ എത്തുകയാണ്. വലിയ ആളുകൾ കൂട്ടത്തോടെ M സ്വരാജ് എന്ന LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലുടനീളം പങ്കെടുത്തു. അതിന്റെ പരിസമാപ്തി ഇപ്പോൾ ഇതാ കൊട്ടിക്കലാശത്തിന്റെ രൂപത്തിൽ നിലമ്പൂർ ടൗണിനെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കി അവിടെ കാണുകയാണ്. വലിയ ആവേശം ജനങ്ങളിൽ ഉണ്ടാകുന്നു, പ്രവർത്തകരിൽ ഉണ്ടാകുന്നു. നാളുകൾക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം അവരുടെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ എത്തുന്നു എന്നതുകൂടി LDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിന് ഇടം നൽകുന്നതാണ്. അതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭ, സ്ഥാനാർത്ഥി ഏത് നിലയിൽ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് ആ മണ്ഡലത്തിൽ, ഈ സംസ്ഥാനത്തിലുടനീളം എന്നതുകൂടിയുണ്ട്. അങ്ങനെ യുവാക്കളുടെ ആവേശമായി, സാധാരണക്കാരുടെ ആവേശമായി മാറിയ വ്യക്തി നിലമ്പൂരിനെ പ്രതിനിധീകരിക്കാൻ LDFന്റെ സ്ഥാനാർത്ഥിയായി ആ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ M സ്വരാജിനെ വിജയിപ്പിക്കുക എന്നുള്ളത് അവരുടെയൊക്കെയും ഉത്തരവാദിത്തമായി അവർ കാണുകയാണ്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന്റെ ഉടനീളം നമ്മൾ കാണുകയും ചെയ്തത്. 21 ദിവസം, ഏകദേശം 1 മാസക്കാലം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ. ആദ്യഘട്ടം മുതൽ തന്നെ പ്രതികൂല കാലാവസ്ഥ ഉൾപ്പെടെ ഒരുപാട് പ്രതിസന്ധികൾ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ആ നിലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു തരത്തിലും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായില്ല, ഏശിയില്ല എന്നുള്ളതാണ്. ഓരോ പോക്കറ്റുകളിലേക്കും എത്തി സജീവമായ രാഷ്ട്രീയം സംസാരിച്ച് ജനങ്ങളെ കണ്ട് അവരുമായി സംവദിച്ച് M സ്വരാജ് എന്ന LDF സ്ഥാനാർത്ഥി മുന്നേറുകയായിരുന്നു. ഒപ്പം UDF ക്യാമ്പുകളെ ഒരുപാട് പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങളുമുണ്ട്. ഇതാ വീണ്ടും നൃപനിലേക്ക് പോകുകയാണ്. നൃപന് ചുറ്റും ഒരുപാട് ആളുകളെ കാണുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെയുണ്ട്. നൃപൻ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. M സ്വരാജ് സാധാരണ നിലയിൽ കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്ന തരത്തിലുള്ള ചില നിർമ്മിതികളുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ പ്രചാരണത്തിന്റെ ഘട്ടത്തിലുടനീളം M സ്വരാജ് എത്ര ലാളിത്യത്തോടു കൂടിയാണ് ഓരോ ആളുകളിലേക്കും ഇറങ്ങിച്ചെന്നത് എന്നതുകൂടി നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ നിലയിൽ നിർമ്മിച്ചു വെച്ചിരുന്ന സ്വരാജ് അല്ല യഥാർത്ഥത്തിൽ സ്വരാജ് എന്ന വ്യക്തി എന്നതുകൂടി ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെയാണ് ആ മണ്ഡലം കടന്നുപോയത്, അല്ലേ? തീർച്ചയായും അസിത, M സ്വരാജ് എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെക്കുറിച്ച് വളരെ ആരാധനയോടെ, ബഹുമാനത്തോടെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല കേരളം ആകെ ആശാവഹമായ ഒരു പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന നേതാവാണ്. പക്ഷേ M സ്വരാജിനെ കുറിച്ച് പലതരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ, പലതരത്തിൽ അദ്ദേഹത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ, അതെല്ലാം സോപ്പ് കുമളയോടുകൂടി കുമള പോലെ പൊട്ടിപ്പോകുന്ന കാഴ്ചയിൽ നിലമ്പൂരിൽ കണ്ടു. അതാണ് അസിത ചോദിച്ചത്. M സ്വരാജ് മുൻപ് പറഞ്ഞ മതേതര ജനാധിപത്യ നിലപാടുകളെല്ലാം ആവർത്തിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ രംഗത്തുള്ളവർ മാത്രമല്ല മതേതര നിലപാട് സ്വീകരിക്കുന്ന പലരും ഉയർത്തിക്കൊണ്ടുവന്നു. M സ്വരാജ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർത്തിയ രാഷ്ട്രീയമേറെ പ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വന്നിറങ്ങിയോടെ പറഞ്ഞത് ഇത് വ്യക്തിപരമായ മത്സരമല്ല, 2 രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നൃപൻ. M സ്വരാജ് എന്ന വ്യക്തി, അദ്ദേഹം രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാത്രമല്ല, അതിനു മുൻപും എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് എത്തുമ്പോൾ, സ്ഥാനാർത്ഥിയാകുമ്പോഴും ഒരു തരത്തിലും ആ പറഞ്ഞിട്ടുള്ള നിലപാടുകളിൽ നിന്നും അണുകിട മാറാതെ, അതിൽ വിമർശനങ്ങൾ വരുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നത് കൃത്യമായി വിശദീകരിക്കുന്ന നിലയിലേക്ക് ആ സ്ഥാനാർത്ഥി മാറുകയാണ്. സാധാരണ നിലയിൽ ഇങ്ങനെയല്ല നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരെ കാണാറുള്ളത്. അവർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞ പലതിൽ നിന്നും പിന്നോട്ട് പോകും, ഭൂരിപക്ഷ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് നിലപാട് മാറ്റും. അങ്ങനെയൊന്നും ഉണ്ടാകാത്ത ഒരു വ്യക്തി കൂടിയാണ് സ്വരാജ് എന്നതുകൂടി ഉണ്ടല്ലേ?
തീർച്ചയായും പലസ്തീൻ ഇസ്രായേൽ വിഷയമാകട്ടെ, ലോകത്ത് പൊരുതുന്ന ജനങ്ങളുടെ സാമൂഹ്യ വിഷയങ്ങളാകട്ടെ, യുദ്ധത്തിനെതിരെയുള്ള നിലപാടാകട്ടെ, ഒപ്പം തന്നെ ബാബറി മസ്ജിദ് പൊളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കോടതി വിധി സംബന്ധിച്ച അഭിപ്രായമാകട്ടെ, പല വിഷയങ്ങളിലും എം സ്വരാജ് എടുക്കുന്ന നിലപാട് കേവലമായ സംഘടിതമായ ആ സമയത്തെ ആ ഘട്ടത്തെ രാഷ്ട്രീയ നിലപാട് നോക്കിയല്ല, മറിച്ച് ഭാവി കേരളത്തിനും ഭാവി ലോകത്തിനും ഒരു ഇടതുപക്ഷ CPIM-ന്റെ നേതാവ് നേതൃത്വ രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്ത് സമീപനമാണ്, തുറന്ന സമീപനമാണ് എടുക്കേണ്ടത്, അത് ബോധ്യപ്പെട്ട് തെളിമയുള്ള രാഷ്ട്രീയ വ്യക്തിത്വമാണ് എം സ്വരാജ് എന്ന് നിലമ്പൂർ മത്സരഘട്ടത്തിൽ ഓരോ ജനതയ്ക്കും ബോധ്യമായി എന്നതാണ്. ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ നേരത്തെ തന്നെ അസിത പറഞ്ഞതാണ്, പലതരത്തിലുള്ള ജനസമൂഹമുണ്ട്. വളരെ പ്രായമായവർ, ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം അറിയാവുന്നവർ, ചെറിയ കുഞ്ഞുങ്ങൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ